ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ചില മനുഷ്യർ മടിക്കാറില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ആലോചിക്കാറുണ്ടാവില്ല. അതിപ്പോൾ ജീവിതത്തിലായാലും കളിയിലായാലും അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ കളികൾക്കിടയിൽ കള്ളത്തരം കാണിച്ച കുറച്ചു സംഭവങ്ങളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫുട്ബോൾ മാച്ചിനിടയിൽ നടന്ന ഒരു ചീറ്റിംഗ് ആണ് ഇവിടെ നാം കാണാൻ പോകുന്നത്. മാർവിൻ ഹിറ്റ്സ് എന്ന കളിക്കാരൻ കള്ളത്തരം കാണിച്ചത് ഫുട്ബോൾ ഗ്രൗണ്ട് കേടാക്കിയിട്ടായിരുന്നു. ഗോളിയായിരുന്ന ഇദ്ദേഹം പെനാൽറ്റി ആയെന്ന് ഉറപ്പായപ്പോൾ കിക്ക് എടുക്കുന്ന സ്ഥലത്ത് തൻ്റെ ബൂട്ട് ഉപയോഗിച്ച് കേടാക്കി. അങ്ങനെ എതിർ ടീമിലെ കളിക്കാരൻ പെനാൽറ്റി അടിക്കാനായി വന്നപ്പോൾ വഴുതി വീഴുകയും ഗോൾ മിസ്സാവുകയും ചെയ്തു. എന്നാൽ ഇതപ്പോൾ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് ഹിറ്റ്സ് പണിഷ്മെൻ്റ് ഒന്നും കൂടാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഇതുകാരണം ആളുകൾ തന്നെ വെറുക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫീൽഡ് നേരാക്കാനുള്ള കാശ് അയച്ചു കൊടുക്കുകയും കൂട്ടത്തിൽ ചിൽഡ്രൻ ഹോസ്പിറ്റലിലേക്ക് ഒരു ഡൊണേഷനും ഇദ്ദേഹം കൊടുക്കുകയുണ്ടായി. കളിക്കളത്തിൽ കള്ളത്തരം കാണിക്കുന്നവരെ നാം കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഗ്രൗണ്ടിന് പുറത്തു നിന്ന് അത് ചെയ്യുന്നൊരു സംഭവമാണ് ഇനി നാം കാണാൻ പോകുന്നത്. കളിക്കാരൻ ഓടി വരുന്ന സമയം എതിർ ടീമിന്റെ കോച്ചായ മൈക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിക്കാനായി ഫീൽഡിന് തൊട്ടടുത്ത് നിൽക്കുകയും അയാൾ വരുന്ന സമയം പെട്ടെന്ന് മാറുകയും ചെയ്തു. ഇത് മൈക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് തോന്നുമെങ്കിലും വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പുള്ളി ഇത് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന്. ഇതുകാരണമാണ് ആ പ്ലെയറിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചത് എന്ന് തെളിയിക്കാൻ കഴിയില്ല എങ്കിലും ഇതും ഒരു ചതി തന്നെയാണ്. മോട്ടോ GP സ്പോർട്സിലെ ഒരു മോശം കളിക്കാരനെന്ന് പേരുകേട്ട വ്യക്തിയാണ് റൊമാനോ ഫെനാറ്റി. വളരെ അപകടം പിടിച്ച ഒരു ചതിയായിരുന്നു ഇദ്ദേഹം കളിക്കിടയിൽ നടത്തിയത്. 140 മൈൽസ് പെർ അവർ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന തൻ്റെ എതിരാളിയുടെ ബൈക്കിന്റെ ബ്രേക്ക് ഇദ്ദേഹം പിടിക്കുകയുണ്ടായി. ഭാഗ്യത്തിന് വേറെ അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ ഇത്തരമൊരു ചീറ്റിംഗ് ചെയ്തത് മൂലം അദ്ദേഹത്തെ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കിയിരുന്നു. ചില ആളുകൾ ചീറ്റിംഗ് ചെയ്യുന്നത് മറ്റുള്ളവരെ മോശക്കാരാക്കിയിട്ടായിരിക്കും. അത്തരത്തിൽ ഒരു ഫുട്ബോൾ മാച്ചിനിടയിൽ നടന്നൊരു സംഭവമാണിത്. എതിർ ടീമിലെ കളിക്കാരനെ പുറത്താക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൈയെടുത്ത് സ്വന്തം മുഖത്തേക്ക് അടിക്കുകയാണ് ഈ വിരുദ്ധൻ. മാത്രമല്ല അതിനുശേഷം നിലത്ത് വീഴുന്നതായും ഈ പുള്ളി അഭിനയിക്കുന്നുണ്ട്. വളരെ മോശമായൊരു പ്രവൃത്തി തന്നെയാണ് ഈ കളിയിൽ നടന്നത്. മാന്യന്മാരുടെ കളിയാണ് ക്രിക്കറ്റ് എന്ന് പറയാറുണ്ടെങ്കിലും അതിലും ചില കളിക്കാർ കള്ളത്തരം കാണിക്കാറുണ്ട്. ക്രിക്കറ്റ് ബോൾ ജേഴ്സിയിൽ ഉരക്കുക എന്നത് അനുവദനീയമായ കാര്യമാണ്. ഇതുവഴി ബോളർക്ക് കൂടുതൽ സ്വിംഗ് കിട്ടാൻ സഹായിക്കുന്നു. പക്ഷേ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ബോൾ ഉരക്കുന്നത് നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ചെയ്താൽ ബാറ്റ്സ്മാന് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും വിക്കറ്റ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യമാണ് ഓസ്ട്രേലിയൻ പ്ലെയറായ കാമറൂൺ ബാങ്ക്രോഫ്റ്റ് ഒരു ടെസ്റ്റ് കളിക്കിടയിൽ ചെയ്തത്. ഇത് ക്യാമറയിൽ പതിയുകയും വലിയ ചീത്തപ്പേരും ടീമിന് നേടിക്കൊടുത്തു. ഇതുവഴി കാമറൂണിന് 9 മാസത്തെ വിലക്കും ഏർപ്പെടുത്തി. മാത്രമല്ല ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റന്മാരായ സ്റ്റീവ് സ്മിത്തിനും ഡേവിഡ് വാർണർക്കും 1 വർഷത്തേക്ക് ബാനും കിട്ടി. കൂടാതെ ഓസ്ട്രേലിയൻ കോച്ച് തൻ്റെ സ്ഥാനം ഒഴിയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടതിൽ ഏത് സംഭവമാണ് കൂടുതൽ മോശമായി തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്